6 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയിൽ കൊൽക്കത്ത മുങ്ങിയപ്പോൾ തെരുവുകൾ നദികളായി മാറി. 12 ജീവനുകളാണ് ഇല്ലാതായത്. അതിൽ 9 വൈദ്യുതാഘാതമേറ്റ് മരിച്ചവർ. അതിൽ 8 പേരും കൊൽക്കത്ത നഗരത്തിൽ നിന്ന് തന്നെ മരിച്ചവർ. ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ തെരുവ് കച്ചവടക്കാർ, സുരക്ഷാ ഗാർഡുകൾ, സാധാരണക്കാർ. ആരാണ് ഈ മരണങ്ങൾക്ക് ഉത്തരവാദികൾ? 252 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. നഗരം മുങ്ങി. വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടമില്ലാതെയായി. വൈദ്യുതി അപകടത്തിലായി. മുഖ്യമന്ത്രി മമതാ ബാനർജി വിരൽ ചൂണ്ടിയത് RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കൽക്കട്ട ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷന് നേരെയായിരുന്നു. കമ്പനി അശ്രദ്ധ കാണിച്ചുവെന്ന് ആരോപിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ CESCയും ഇതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിലല്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. തെരുവ് വിളക്ക് തൂണുകളും ട്രാഫിക് ലൈറ്റുകളും അവരുടെ നിയന്ത്രണത്തിലല്ല എന്നായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ CESC പറഞ്ഞത്. കൊൽക്കത്തയുടെ കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് നിശബ്ദ കൊലയാളി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലേക്ക് നയിച്ച സർക്കാരുകൾ. ജനങ്ങളെക്കാൾ ലാഭത്തിന് മുൻഗണന നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാർ പൊതു അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുത്തിയ മനഃപൂർവ്വമായ അവഗണന ദുരന്തത്തിന് കാരണമായി എന്ന് തന്നെ പറയാം. കൊൽക്കത്തയിലെ വെള്ളപ്പൊക്ക ദുരിതം പരിഹരിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് നയിക്കുന്ന സംസ്ഥാന സർക്കാരും BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുൻഗണനകൾ മറ്റു വിഷയങ്ങളിലാണ്. സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്കും കോർപ്പറേറ്റ് നയിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കുമായി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുകയാണ്. പ്രകൃതിദത്ത ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ദുരന്തങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ചുരുങ്ങുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ തണ്ണീർത്തടങ്ങളിലേക്ക് മലിനജലം പമ്പ് ചെയ്യുന്ന അരുവികളുടെയും കനാലുകളുടെയും വിപുലമായ സംവിധാനം കൊൽക്കത്തയിലുണ്ടായിരുന്നു. ഇന്നതില്ല. അനധികൃത നിർമ്മാണങ്ങൾ ഉയർന്നു വന്നതിലൂടെ നഗരത്തിലെ മലിനജല ഡ്രെയിനേജ് സംവിധാനത്തെ നശിപ്പിച്ചു. ഫലമോ ഓരോ മഴയിലും മുങ്ങിപ്പോകുന്ന ഒരു നഗരവും തുടർച്ചയായി ഉണ്ടാവുന്ന അപകടങ്ങളും. ഈ വർഷം ആദ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരിയിൽ, കൊൽക്കത്തയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാവുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു മലിനജല ഡ്രെയിനേജ് സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കായി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 1700 കോടി രൂപ വായ്പ അനുവദിച്ചു. എന്നാൽ ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതാദ്യമായല്ല മമതാ സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്നത്. 2020 മെയ് മാസത്തിൽ സൂപ്പർ സൈക്ലോൺ ആംഫാൻ കൊൽക്കത്തയിൽ ആഞ്ഞടിച്ചതിനെ തുടർന്ന് ബംഗാളിലാകമാനം 100ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. അന്നും മമതാ ബാനർജി CESCയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി. അപകടങ്ങൾക്ക് കാരണം അവരാണെന്ന് ആരോപിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷവും അതേ തിരക്കഥ തന്നെ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുക, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക. അവഗണനയിൽ തകർന്ന ഒരു നഗരം പുനർനിർമ്മിക്കാനല്ല മമതയും സർക്കാരുകളും ശ്രമിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.